പ്രിയമുള്ളവരെ, വചനജ്വാല 1068 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 3 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചനവായനയിൽ 1 മക്കബായരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അന്തിയോക്കസ് എപ്പിഫാനസിന്റെ മരണം. അന്തിയോക്കസ് രാജാവ് ഉത്തര പ്രവിശ്യകളിലൂടെ കടന്നു പോകുമ്പോൾ പേർഷ്യയിലെ എലിമിനിയാസ് സ്വർണത്തിനും വെള്ളിക്കും പ്രശസ്തി ആർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു. ഫിലിപ്പിന്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മെക്കോദോനിയ രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചിട്ട് പോയ സ്വർണപ്പരിചകൾ, കവചങ്ങൾ, ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു. അതിനാൽ അന്തിയോക്കസ് വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് സാധിച്ചില്ല. കാരണം അവന്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്ത് ചെറുത്തുനിന്നു. യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത അന്തിയോക്കസ് ഭക്തനാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി. യൂദാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേർഷ്യയിൽ വെച്ച് ഒരു ദൂതൻ അന്തിയോക്കസിനെ അറിയിച്ചു. ലിസിയാസ് ആദ്യം ശക്തമായൊരു സൈന്യവുമായി ചെന്നെങ്കിലും യഹൂദർ അവനെ തുരത്തിയോടിച്ചു. തങ്ങൾ തോൽപ്പിച്ച സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ, വിഭവങ്ങൾ, കൊള്ള വസ്തുക്കൾ എന്നിവ കൊണ്ട് യഹൂദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ജെറൂസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹം അവർ തച്ചുടച്ചു. വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും മുമ്പുണ്ടായിരുന്നതുപോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അവന്റെ നഗരമായ ബത്സൂറിനെ കോട്ടകെട്ടി സുശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുത സ്തബ്ധനായി. തന്റെ പദ്ധതികൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തത് മൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി. ആഴമേറിയ ദുഃഖത്തിന് അധീനനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു. മരണമടുത്തുവെന്ന് അവൻ ഉറപ്പായി. അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു. ആകുലതയാൽ എന്റെ ഹൃദയം തകരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോകുന്നു. പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരന്തമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. എത്ര ആഴമുള്ള കയത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു. ജെറൂസലേമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവരുടെ കനക രജതപാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു. ഒരു കാരണവും കൂടാതെ യൂദാ നിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നു കൂടിയതെന്ന് ഞാൻ അറിയുന്നു. ഇതാ അന്യദേശത്ത് കിടക്കുന്ന ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു. അന്തിയോക്കസ് 5-ാമൻ. അനന്തരം അവൻ സ്നേഹിതന്മാരിൽ ഒരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തന്റെ സാമ്രാജ്യത്തിന്റെ അധിപനായി നിയമിച്ചു. തന്റെ പുത്രനായ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തിക്കൊണ്ടുവരണമെന്ന നിർദ്ദേശത്തോടുകൂടി അവൻ ഫിലിപ്പിന് തന്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി. അന്തിയോക്കസ് രാജാവ് 141 വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു. രാജാവ് മരിച്ചതറിഞ്ഞ ലിസിയാസ് രാജാവിന്റെ പുത്രനും ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവന്നവനുമായ അന്തിയോക്കസിനെ രാജ്യഭാരം ഏൽപ്പിക്കുകയും അവന് യുപ്പാത്തർ എന്ന് പേര് നൽകുകയും ചെയ്തു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് 1-ാം ശതാബ്ദത്തിലെ വിശുദ്ധ
ലിഡിയായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വർണ്ണം ചാർത്തുന്ന തൊഴിൽശാലകൾക്ക് പ്രസിദ്ധമായ ഗ്രീസിലെ തിയത്തീര എന്ന നഗരത്തിൽ ഒരു വനിതാ തൊഴിലാളിയായിരുന്നു ലിഡിയ. വിശുദ്ധ പൗലോസ്ലീഹ യൂറോപ്പിൽ വെച്ച് മാനസാന്തരപ്പെടുത്തിയ പ്രഥമ വ്യക്തിയാണ് ലിഡിയ. അവളും കുടുംബവും സ്നാനം സ്വീകരിച്ച ശേഷം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള പക്ഷം എന്റെ വീട്ടിൽ വന്ന് വസിക്കുവിൻ എന്ന് പൗലോസിനോടും സീലാസിനോടും തിമോത്തിയോടും പറഞ്ഞു. അതിനുശേഷം അവർ അനേകർക്ക് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രേക്ഷിതയായി ജീവിച്ച് മരിച്ചു. വിശുദ്ധ ലിഡിയായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരു നല്ല ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു.